പോട്ടി ട്രെയിനിങ് അതെല്ലാ അമ്മമാരുടെയും ഒരു വലിയ ടെൻഷനാണല്ലേ? യെസ്, എനിക്കും ഉണ്ടായിരുന്നു ആ ടെൻഷൻ. ഇപ്പോൾ പയ്യെ പയ്യെ അത് മാറി വരുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് ഈ ഒരു സംഭവമായിരുന്നു. ഇത് അവൾക്ക് ആദ്യം ഉപയോഗിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പ്രാക്ടീസിന് ശേഷം ഇപ്പോൾ അവൾ ആ ഒരു പോട്ടി ട്രെയിനിങ്ങിൻ്റെ സംഭവം അത് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല കേട്ടോ. എന്നാലും അവിടെ ആവശ്യങ്ങൾക്ക് ചില സമയത്തൊക്കെ അവളത് ചോദിച്ച് മേടിക്കാറുമുണ്ട്. എന്തായാലും അത് ജസ്റ്റ് അതൊന്ന് വീട്ടിനകത്തൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ എൻ്റെ ആസ് എ മദർ നമ്മൾ വലിയവരൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ അവളും ആ ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഒരു സംഭവം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓപ്പണിംഗ് വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ബോക്സിനകത്തുനിന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അറിഞ്ഞം മുറിഞ്ഞം ഞാനത് കട്ട് ചെയ്ത് എങ്ങനെയൊക്കെയോ വെളിയിൽ ചാടിച്ചു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നത് ആശാത്തി തന്നെയാണ്. അവൾക്ക് ആദ്യമേ അറിയായിരുന്നു ഇത് അവിടെ സാധനം തന്നെയാണെന്ന്. അതുകൊണ്ട് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് മേടിക്കാൻ വേണ്ടി. പിന്നെ ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് അപ്പുറത്തെ വീട്ടിലെ ടുട്ടുമോളാണ്. അസംബിൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്നാലും ചെറുതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. ഞങ്ങൾ ആ പിക്ചറിൽ ആ ഒരു നമ്മുടെ ഇതിനകത്തൊക്കെ ഒരു മാനുവൽ ടൈപ്പ് വരുമല്ലോ, അതൊക്കെ നോക്കി ആ പിക്ചറൊക്കെ കണ്ട് മനസ്സിലാക്കി എങ്ങനെയൊക്കെയോ അത് ഒപ്പിച്ച് വെച്ചു. ഇതൊന്നും ചെയ്ത് വലിയ ശീലമില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് മാത്രം. അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കൂട്ടത്തിൽ തന്നെ ഷിട്ടുവും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവൾ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് തരുകയും അവളായിട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അറിയാമല്ലോ പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യം. എന്തായാലും ഒരുമാതിരി രീതിയിലൊക്കെ അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിള്ളേർക്ക് തന്നെയാണെങ്കിലും അത് യൂസ് ചെയ്യാം. പിന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡ് റെസ്റ്റിന് വേണ്ടിയിട്ടും ആ ഒരു താഴത്തെ സ്റ്റാൻഡ് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു സാധനം മേടിച്ചത് കൊണ്ട് തന്നെ അവൾ നല്ല ഹാപ്പിയാണ്. ഇനി ഇത് ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഏതൊരു സാധനവും ആദ്യം മേടിക്കുമ്പോൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആണല്ലോ.